ഗൈസ് സിക്കന്ദർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. ഡയറക്ടഡ് ബൈ നമ്മുടെ AR മുരുകദോസ്. നമ്മുടെ ഗംഭീര പടങ്ങളായി ഞാൻ എല്ലാ കാലത്തും വിശ്വസിക്കുന്ന തുപ്പാക്കി, കത്തി, ഏഴാം അറിവ്, ഗജിനി തുടങ്ങിയ സിനിമകൾ ആൻഡ് അല്ലാതെ എന്താ പറയുക സർക്കാർ, ദർബാർ തുടങ്ങിയ ചിത്രങ്ങളും പുള്ളി സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ തുപ്പാക്കിയും കത്തിയും ഓൾ ടൈം ഫേവറേറ്റ്. റീ റിലീസ് വന്നപ്പോൾ പോലും ഞാൻ തുപ്പാക്കിയൊക്കെ പോയി കണ്ട സിനിമയാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ സാജിദ് നാദിയാദ്വാല. മറ്റേ നാദിയാദ്വാല ഗ്രാൻഡ് സൺ എന്നൊക്കെ ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ടേ. എനിക്ക് അറിയാം പുള്ളി ആരാ സംഭവം എന്നുള്ളത് എനിക്ക് എവിടെയൊക്കെ അറിയാം. മ്യൂസിക് ബൈ സന്തോഷ് നാരായണൻ. പിന്നെ പ്രീതം ചക്രവർത്തി അങ്ങനെ പറഞ്ഞൊരു പച്ചാരുമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മറ്റേ എന്തായാലും കൊറിയോഗ്രാഫറോ സിനിമാറ്റോഗ്രാഫറോ അഹമ്മദ് ഖാൻ സിനിമാറ്റോഗ്രാഫി ആണെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. എഡിറ്റഡ് ബൈ നമ്മുടെ സ്വന്തം വിവേക് ഹർഷൻ. മജുവൽ വോയിസ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള മച്ചാനാണ് ഈ പടം എഡിറ്റ് ചെയ്തത്. 2.5 മണിക്കൂറുണ്ട്. പുള്ളിയെങ്കിലും നല്ല രീതിക്ക് ഒരു പണി ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം സല്ലൂബായി അഥവാ സൽമാൻ ഖാൻ. സൽമാൻ ഖാനിന്റെ ഈദ് പ്രമാണിച്ച് വരുന്ന സിനിമയാണ്. എല്ലാ ഈദിനും മച്ചാൻ മാക്സിമം നോക്കും ഓരോ സിനിമ ഇറങ്ങാനായിട്ട്. 2 കൊല്ലം മുമ്പ് എന്തിനു വരുന്നത് ഈദിന് കിസിക്ക ബൈ കിസിക്കി ജാൻ ഇറക്കിയത്. അതിനത്ര അവരാതൊന്നും അല്ലേ ഈ പടത്തിൽ. ഞാൻ പറയാം, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പടം സ്വർഗമാണ്, സ്വർഗം. രശ്മിക മന്ദാന കുറച്ചു നേരമേ ഉള്ളൂ, തുടങ്ങുന്ന കുറച്ചു നേരമൊക്കെ ഉള്ളൂ. അധികം അഭിനയിച്ച് വെറുപ്പിക്കാതെ പുള്ളിക്കാരി ഉള്ളത് ചെയ്തിട്ടങ്ങ് പോയി. സത്യരാജ് ഇതിന് കൂറാ വില്ലനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. AR മുരുകദോസ് ചിത്രത്തില് ഇത് ഏറ്റവും വീക്കസ്റ്റ് വില്ലൻ ഇൻ ഹിസ് മൂവി. AR മുരുകദോസ് എന്ന് പറഞ്ഞ മച്ചാന്റെ കരിയറിലെ തന്നെ ഏറ്റവും ശോകം വില്ലനായിരുന്നു സത്യരാജ്. പറയാതിരിക്കാൻ വയ്യ. ശർമ്മൻ ജോഷി പടത്തിലുണ്ട് നമ്മുടെ മച്ചാന്റെ കയ്യാളായിട്ട്. കാജൽ അഗർവാള് ഓവറാക്കി അഭിനയിച്ച് ചളവാക്കാൻ വേണ്ടി പുള്ളിക്കാരി ഈ സിനിമയിലുണ്ട്. പുള്ളിക്കാരി എന്താ പറയാ ഭയങ്കരമായിട്ട് കുറെ നാൾക്ക് ശേഷം വന്നോണ്ടാന്ന് തോന്നുന്നു. ഞാൻ കുറെ ഒന്ന് അഭിനയിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറി അങ്ങ് അഭിനയിക്കുകയാണ്. പിന്നെ കിഷോർ കുമാർ പുള്ളി ഉണ്ട് പടത്തില്. പുള്ളി എന്താ ഒരു പോലീസ് ഓഫീസറിന്റെ റോളാണ്. വലിയ കാര്യമൊന്നുമില്ല. ഒരു വില്ലേന് കുള പിടിക്കാൻ നടക്കും, അവസാനം പണി കിട്ടും. ഇത് തന്നെ. അപ്പൊ നിങ്ങളൊക്കെ ഈ വിജയിന് രക്ഷകൻ ടാഗ് കൊടുക്കുമല്ലോ. ഈ പടം നിങ്ങൾ കാണണം. ഈ പടത്തിൽ സൽമാൻ ഖാൻ രക്ഷകൻ അൾട്രാ പ്രോ മാക്സ് ആണ്, അങ്ങനെ വേണം പറയാൻ. ഇതൊരു ഭയങ്കര ക്ലീഷ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്. ഞാൻ എന്താ റിവീൽ ഒന്നും ചെയ്തില്ല. നിങ്ങൾ എന്തായാലും സിനിമ പോയി കണ്ടുപോകും. കാണാനുള്ളവന്മാരെ എന്തായാലും പോയി കാണും. സിക്കന്ദർ എന്ന് പറഞ്ഞും പുള്ളി വലിയ രാജകുടുംബത്തിലെ വലിയ മറ്റവനാണ്. കുറെ കാശും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രശ്നം ഉണ്ടാവുന്നു, പുള്ളിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഭരിക്കുന്നു. അതിന്റെ പേരിൽ തുടർന്നുള്ള പിന്നെ കുറെ ഒരു ലോഡ് പാസം തമിഴ് പടത്തിൽ കണ്ട് വെറുത്തു പോയ കണക്കുള്ള ഒരു ലോഡ് പാസമാണ് പടം മൊത്തം. ഞാൻ വിചാരിച്ച് വല്ല ഭയങ്കര ഇതിന്റെ ടീസർ ഉണ്ടപ്പോൾ ഞാനൊക്കെ വിചാരിച്ചു ഭയങ്കര ബ്ലഡ് ഷെട്ടൊക്കെ ഉള്ള ഒരു വയലന്റ് ഓറിയന്റഡ് ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു സിനിമയായിരിക്കും, എന്തെങ്കിലും അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് മൊത്തം സീരിയൽ കഥയാണ്. സീരിയലാണ് ഈ പടം മൊത്തം. സീരിയലെ പോലെ കുറെ കാണിച്ചു. ഫൈറ്റ് സീക്വൻസ് ഒക്കെ കൊള്ളാം, ഇവരുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി കൊള്ളാം, മ്യൂസിക് ഒരു പരിധി വരെ കൊള്ളാം. പക്ഷെ ഇതൊന്നും എല്ലാം കൂടി ഒത്തു വരണില്ല. ചില സമയത്ത് അത് നന്നായിരിക്കും, എന്നാൽ ഇത് പോകും. മറ്റേ അടുത്ത സമയത്ത് നോക്കുമ്പോഴത്തേക്കും ഫൈറ്റ് നന്നായിരിക്കും, മ്യൂസിക് കൂറായിരിക്കും. പിന്നെ പാട്ട് ഡാൻസ് ഒക്കെ ഓരോരോ സംഭവങ്ങൾ അവർ പണി വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് മൊത്തത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ പടം നൽകിയിട്ടില്ല. ഫസ്റ്റ് ഹാഫൊക്കെ ഞാൻ ഒരുമാതിരി ഒരു ഹെവി ഡോസ് സ്ലീപ്പിംഗ് ബില്ല് അടിച്ച പോലെ ഞാനായിരിക്കണം. ഞാനാണെങ്കിൽ ഇങ്ങനെ എന്തോന്നുണ്ട് ഇത് ഒരു ഫൈറ്റ് സീക്വൻസ് എങ്കിലും കൊണ്ട് വാടെ ഉണർന്നിരിക്കാന്നുള്ള രീതിയിലായിരുന്നു. സൽമാൻ ഖാന്റെ കേസ് എനിക്ക് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അപരാധ സിനിമയോ അങ്ങനെയൊന്നും അല്ല. ഭയങ്കര മൈൽഡായിട്ട് പോകുന്ന ഒരു സിനിമയാണ്. നമ്മളെ മറ്റേ കിസിക്ക ബായി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. അതൊക്കെ എന്താ പറയാ, നമ്മളെ ഇരുത്തി അങ്ങ് വെറുപ്പിക്കും. നമ്മളെ കൊണ്ട് സീറ്റ് ഇങ്ങനെ ചുരണ്ടി അതിനെ കീറിപ്പിക്കും. നമുക്കിങ്ങനെ ഇരുന്ന് ഇങ്ങനെ തൊലി ഒരിഞ്ഞിട്ട്. ഇതങ്ങനെയല്ലേ. നമ്മള് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളിങ്ങനത്തെ കുറെ സിനിമ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു സിനിമ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വിജയിന്റെ പക്ക എന്താ പറയാ ഒരു പടം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. വിജയന്റെ പടത്തിലാണ് ഈ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ കാണാറുള്ളത്. ഇപ്പൊ അത് മാറി AR മുരുകദോസ് വന്നു. പുള്ളി
പുള്ളിന്റെ അതേ ഒരു ശൈലി തന്നെ പിന്തുടർന്നു, ശരിയാണ്. പക്ഷെ ഇതിന്റെ ഒരുമാതിരി കോണ്ടന്റ് ഭയങ്കര വീക്കായ പോലെയായിരുന്നു എനിക്ക് തോന്നിപ്പോയി. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ എന്തോന്നടേ നിർത്തിയിട്ട് പോടേന്നുള്ള ഇതിലായി പോയി. 2.5 മണിക്കൂറുള്ളൂ. ഞാൻ പറഞ്ഞില്ല, വിവേക് ഹർഷൻ പുള്ളി മാത്രമേ പുള്ളിന്റെ ജോലി മര്യാദയ്ക്ക് പക്കയായിട്ട് ചെയ്ത് പോയിട്ടുള്ളൂ. അല്ലാത്ത പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ സിനിമ പോയി കാണുമോ കാണാതിരിക്കോ എന്ത് വേണേലും ചെയ്തോ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്ക് സിനിമ ഒട്ടും കലങ്ങിയില്ല. ഇപ്പൊ ക്രിഷ് 4 ഒക്കെ അനൗൺസ് ചെയ്തിരിക്കുന്നതാണ്. എന്ത് കാര്യത്തിലാണോ എന്തോ. ഹൃതിക് റോഷനാണ് അതിന്റെ സംവിധാനം. ചെയ്യട്ടെ, പടം വരട്ടെ, കണ്ടുനോക്കാം. ഹൃതിക് റോഷൻ എന്ന് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ നല്ല നല്ല സിനിമയാണെങ്കിൽ നമുക്ക് കൊണ്ടാടാം അതിന്. എന്തായാലും ക്രിഷ് 3 ഒക്കെ വച്ച് തന്നെ മതിയായി എനിക്ക്. മറ്റേ കോയി മിൽക കിട്ടില്ല പടം. ക്രിഷ് എന്ന് പറഞ്ഞ പടവും കൊള്ളാം. ക്രിഷ് 3 പക്ഷെ ഒരു ഭയങ്കര ഒരു ആവറേജ് മൈൻഡായിട്ടുള്ള ഒരു മൂവിയായിരുന്നു. ഇനി വരുന്ന പടം എന്താവും അറിയില്ല. അപ്പൊ ഈ പടം എനിക്ക് പേഴ്സണലി വർക്കായില്ല. നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറ്റുമെങ്കിൽ അറിയിക്കുക. പിന്നെ ലൂസിഫർ 2 എമ്പുരാന് എന്താ പറ്റിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടേ. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു 1 വീക്കോ 2 വീക്സോ എന്തെങ്കിലും കഴിഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽഡ് ഒരു സ്പോയിലർ ഒപ്പീനിയൻ പോലത്തെ ഒരു സംഭവം ഞാൻ ചെയ്യാം, എന്താണ് പറ്റിയതെന്ന് അറിയാനായിട്ട്. കാരണം ഒരു കമ്പാരിസണിലാണ് സംഭവങ്ങൾ പോയത്. ഇപ്പൊ ഞാൻ പോലും പറഞ്ഞ പടം കണ്ടിറങ്ങിയത് എനിക്ക് രണ്ടും ഒരേ രീതിയിലാണ് തോന്നിയതെന്ന് പറയുമെങ്കിലും നമ്മൾ പിന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി കണ്ടതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ വെടിയിട്ടും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വിത്ത് ഒരു ഹ്യൂജ് ക്രൗഡിന്റെ ഒപ്പം ഇരുന്ന് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഒപ്പീനിയൻസ് മാറാം. അല്ലാതെ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് വേറൊരു രീതിയിലാവാം. ബട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടാണ്. ഒരു അങ്ങ് തൂക്കിയടിച്ച പടം എന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്നാലും നല്ല നല്ല മൊമെന്റ്സും ആ ഒരു വിഷ്വൽ ക്വാളിറ്റിയും ഇതിൻ്റെയൊക്കെ പേരിൽ നല്ലൊരു സിനിമയായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. എന്തായാലും ഒരിക്കൽ കൂടി കണ്ടിട്ട് ഞാൻ ഒരു സ്പോയിലർ റിവ്യൂ പോലത്തെ ഒരു സംഭവം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പടം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ഈ മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത മാസം ബസൂക്കയുണ്ട്, ജിംഖാനുണ്ട്, പിന്നെ ഏതെങ്കിലും കണ്ടാവും. മറ്റേ മാത്യുവിൻ്റെ പടം കണ്ടു തോന്നുന്നു, അതുകൊണ്ട്. യാ, ബൈ ബൈ.